ഹലോ ഗൈസ്, പുതുവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളങ്ങനെ ലോക്ക കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. സോ കണ്ടിട്ട് നമ്മുടെ എൻ്റെ ഒപ്പീനിയനും ജാക്സന്റെ ഒപ്പീനിയനും അമ്മയുടെ ഒപ്പീനിയനും ഒക്കെ പറയാം. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. സോ ഗൈസ്, പടം ഹൗസ്ഫുള്ളാണ്. എന്നിട്ട് നമ്മളിത് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ലാഗാണ്. സോ ഗൈസ്, നമ്മളങ്ങനെ പടം കണ്ട് വന്നിരിക്കുകയാണ്. സോ നമുക്ക് ആദ്യം മമ്മിയുടെ ഒപ്പീനിയൻ കേൾക്കാം ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയായിരുന്നു. സൂപ്പർ ഹീറോ മൂവി സെറ്റപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. ബാക്കി പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എല്ലാം നന്നായിരുന്നു. മമ്മിയുടെ പ്രായത്തിലുള്ള ആൾക്കാർക്കും പോയി കണ്ടതിന് ഇഷ്ടപ്പെടും? അതിപ്പോ എല്ലാവരുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ ഇംഗ്ലീഷ് സിനിമയും എല്ലാം കാരണം എനിക്കത് സൂപ്പർമാനും ബാറ്റ്മാനൊക്കെ കണ്ടിട്ടുള്ള എനിക്ക് പ്രശ്നമില്ല. എന്നാലും അങ്ങനെ ആലോചിക്കുമ്പോൾ സാധ്യതയുള്ളതുണ്ടോ? സാധ്യത ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ മൊത്തത്തില് നോക്കുമ്പോ നല്ല സിനിമയാണ്. മൊത്തത്തിൽ നോക്കുമ്പോ നല്ല സിനിമ തന്നെ. നിങ്ങളുടെ ഏജിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും, അത് പറയണ്ടല്ലോ. എന്റെ ഏജിലുള്ളവരുടെ കാര്യം അത് വേണമെങ്കിൽ ഒരു 50-50 ചാൻസ് കൊടുക്കാം. എന്നെ പോലെ നിങ്ങളുടെ പിന്നാലെ നടന്ന എല്ലാ സിനിമയും കാണുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ, സെറ്റ്. സോ ഇത് ഗൈസ്, ഇതാണ് മമ്മിയുടെ ഒപ്പീനിയൻ. ഇനി നമുക്ക് ജാക്സന്റെ ഒപ്പീനിയൻ കേൾക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മൾ ജാക്സന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഒപ്പീനിയൻ ചോദിക്കാൻ. സോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം അടിപൊളിയുണ്ട്, തകർത്തു. എക്സ്പീരിയൻസ് പറ. സൂപ്പർ ഹീറോ സാധനം കിട്ടിയോ? സൂപ്പർ ഹീറോ സാധനം മാത്രം തോന്നിയില്ല, എന്നാലും അത്യാവശ്യമുണ്ട്. ഒരു മാർവൽ DC ഓഫ് മലയാളം സിനിമ സെറ്റപ്പ് വന്നോ? യൂണിവേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്ത് വരുമ്പോൾ ആവുമായിരിക്കും. ക്യാമിയോസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്യാമിയോ അടിപൊളിയുണ്ട്. ആണോ? കല്യാണി പ്രിയദർശന്റെ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, സോ ഇതാണ് ജാക്സന്റെ ഒപ്പീനിയൻ. ഇനി ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാം ഗൈസ്. സോ ഗൈസ്, പടം ഒരു രക്ഷയില്ല. സീൻ സാധനം ഒരു കിഡിലൻ ഐറ്റം ഫ്രം മോളിവുഡ് എന്ന് പറയാം. സോ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ബോളിവുഡൊന്നായിട്ടല്ല, നമ്മൾ ഹോളിവുഡ് ലെവൽ കോമ്പറ്റീഷന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പടം. സോ ഒരു മലയാള സിനിമയുടെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്ന ഒരു പടമായിരുന്നു ഗൈസ്. കാരണം DC ആൻഡ് മാർവൽ യൂണിവേഴ്സ് പോലെ ഒരു യൂണിവേഴ്സ് നമുക്കും സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചിരിക്കുകയാണ്. ഒരു കിഡിലൻ സൂപ്പർ ഹീറോ മൂവി. സോ കല്യാണി പ്രിയദർശൻ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഗൈസ്. സോ ശരിക്കും എന്ത് മാത്രം നല്ല ആക്ട്രസ് ആണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി നസ്ലാനായാലും ചന്തു, സലീം കുമാർ ആയാലും ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ചന്തു ബ്രോൻ്റെ ശരിക്കും ആ കോമഡി സെറ്റപ്പ് ശരിക്കും ഈ പടത്തിലാണ് കിട്ടിയത്. ബാക്കി പടങ്ങളിലൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ സംഭവം അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്, സംഭവം കിട്ടിയിട്ടുമുണ്ട്. നസ്ലാൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. സോ മൊത്തത്തിൽ സംഭവം അടിപൊളിയായിട്ടുണ്ട്. സോ ഒരു DC മാർവൽ റെഫറൻസ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ സംഭവം ചെയ്തേക്കുന്നത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരു മിത്തും ഐതിഹ്യമൊക്കെ ചേർന്നിട്ടുള്ളൊരു സംഭവം. സോ ഒരു ക്രിസ്ത്യൻ ആൻഡ് ഹിന്ദു മിത്തോളജി മിക്സ് ആയിട്ടുള്ളൊരു സംഭവമൊക്കെ പോലെ തന്നെയാണ് തോന്നിയത്. പിന്നെ ക്യാമിയോസ് ഒരു രക്ഷയില്ല, സീനായിട്ടുണ്ട്. കുറേ പേര് ഈ യൂണിവേഴ്സിലേക്ക് കടന്നു ചെല്ലുന്നുള്ള സംഭവം കാണിച്ചിട്ടുണ്ട്. അത് പടം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് 2 എൻഡ് ക്രെഡിറ്റ് സീനുണ്ട്. അതിനും നമ്മുടെ മെയിൻ ആക്ട്രസും ഡയറക്ടറിൻ്റെ പേരൊക്കെ കാണിച്ചതിന് ശേഷം ഒരു എൻഡ് ക്രെഡിറ്റ്, അതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ മാർവൽ പടത്തിലൊക്കെ വരുന്ന പോലെ ഒരു എൻഡ് ക്രെഡിറ്റ് സീനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കിടിലൻ ക്യാമിയോ ഉണ്ട് ഗൈസ്. ആ ഒരു ക്യാമിയോ വരുന്നത് നമ്മുടെ വൺ പീസിലെ സോറോൻ്റെ സെറ്റപ്പിലായിട്ടുള്ളൊരു കിടിലൻ ക്യാമിയോ ആണ് ഗൈസ്. അത് പൊളി സാധനമായിരുന്നു. സോ അടിപൊളി തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. സോ നിങ്ങൾ മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട അടിപൊളി പടമാണ് ഈ ഓണത്തിന്. സോ ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. സോ നിങ്ങൾ കണ്ടവരാണെങ്കിൽ താഴെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സോ നാളെ അടിപൊളി വ്ളോഗ് ഇടുന്ന എല്ലാവർക്കും ബൈ.